everyone, good morning. It's me Jismol and welcome back to my YouTube channel Jismol's Crazy World. ഇപ്പം നമ്മുടെ തേർഡ് ഡേ ഇൻ കാനഡയാണ്. നമ്മൾ ടൊറൻറ്റോയിലാണ്. ഇതാണ് കേട്ടോ നമ്മളുടെ ഹോട്ടൽ. ഇതാണ് നമ്മൾ ഡബിൾ ട്രീ ബൈ ഹിൽട്ടൺ. ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ 15th ഫ്ലോറിലാണ് നിൽക്കുന്നത്. എണ്ണ നടക്കുന്നു. ഇതിവിടുത്തെ ഞാൻ ആക്ച്വലി നൈറ്റ് വ്യൂ ഒക്കെ കാണിക്കണമെന്ന് വിചാരിച്ചായിരുന്നു, ബട്ട് നടന്നില്ല. ഫൈൻ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. നമ്മുടെ ഹോട്ടലിൽ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് തരില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നമ്മൾ ഇന്നലെ ഡിന്നറും വെളിയിൽ നിന്നാണ് കഴിച്ചത്. അങ്ങനെ നമ്മളിവിടെ അടുത്ത് എവിടെയാണ് ചേട്ടാ നമ്മൾ പോകുന്നത് കഴിക്കാൻ? ഡെന്നീസിൽ പോവാണ്. ഡെന്നീസിൽ പോയി എന്തെങ്കിലും സാൻഡ്വിച്ചോ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലം കാണാൻ പോവാണ്. ഏതാ പോകുന്നത്? അതിന് നോക്കണം. ഞാൻ പറഞ്ഞായിരുന്നില്ല ഇന്നലെ ചേട്ടായുടെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത ഒരു സ്ഥലമാണ്. ഒരു മോണ്യുമെൻറ്റ് പോലത്തെ. നമ്മുടെ ഇവിടുന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ ചേട്ടായി. ഹാഫ് ആൻ അവർ ഉണ്ടോ? ക്യാസാലോമയിലാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മുടെ ഡെന്നീസ് എത്തി. This is open 24 hours. ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഇറ്റ്സ് ഫൈൻ കോൾ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകുന്ന നോക്കാം. നമ്മളിവിടെ നമുക്ക് മിക്കവാറും നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. സോ ഇവിടെ ആയിരിക്കണം ചാൻസ് കൂടുതൽ. നമ്മുടെ മെനു കാർഡൊക്കെ വന്നിട്ടുണ്ട്. എന്തൊക്കെയോ ഉണ്ട്. മിക്കവാറും ഇതിലേതായാലും സോസേജ്, പാൻ കേക്ക്. പാൻ കേക്ക് നമ്മൾ എടുക്കുന്നില്ല. പാൻ കേക്ക് എന്താണെങ്കിലും നമ്മൾ എടുക്കുന്നില്ല. ബിക്കോസ് നമ്മൾ 2 പേരും നോട്ട് എ ബിഗ് ഫാൻ എന്നല്ല, വി ആർ നോട്ട് എ ഫാൻ ഓഫ് പാൻ കേക്ക്സ്. സോ നമ്മൾ എന്താണെങ്കിലും പാൻ കേക്ക് വാങ്ങത്തില്ല. ഇന്നലെ നമ്മൾ നിന്ന ഹോട്ടലിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായി. ഞാൻ വീഡിയോ ഇടുമ്പോൾ കാണാം. അവിടെ നമ്മൾ എന്തുവായിരുന്നു, ബ്രെഡ് ഓംലെറ്റ് അല്ല, മറ്റേ എഗ്ഗ്, സ്ക്രാമ്പിൾഡ് എഗ്ഗും സോസേജ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് മോസ്റ്റ്ലി ഇതൊക്കെ തന്നെയാണ്. നമ്മൾ സാൻഡ്വിച്ച് അല്ലായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് സബ്വേയിൽ കയറിയാൽ മതിയായിരുന്നു. സാൻഡ്വിച്ച് ആണ് നോക്കി വന്നത്. ബട്ട് ഇവിടെ കുറേ എല്ലാം ഉണ്ട്, ബർഗർ കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ലെറ്റ്സ് സീ. അപ്പോൾ ഇനി നമ്മൾ ഓർഡർ ചെയ്ത് ഫുഡ് വരുമ്പം കാണിക്കാം. സോ ചേട്ടായി ഫിഷ് ആൻഡ് ചിപ്സ് പറഞ്ഞു. അതിൻ്റെ അകത്ത് സൈഡ്സ് സ്വീറ്റ് പൊറ്റേറ്റോ കോണും പിന്നെ സീസൺഡ് റെഡ് പൊട്ടാറ്റോ, അത് രണ്ടും. ഞാൻ ഏതാണ് പറഞ്ഞത്? സൂപ്പർ ബോൾ സാൻഡ്വിച്ച്. ആൻഡ് ഓൾസോ ചേട്ടായി എഗ് സ്റ്റിലെറ്റ് ഗ്രിൽ ചിക്കൻ കാബ് സലാഡ് ഇതും പറഞ്ഞിട്ടുണ്ട്. ഇതല്ല, എഗ്ഗിൻ്റെയാണ്. സോ അതാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. ആൻഡ് ഓൾസോ ഒരു കോഫി, ബിക്കോസ് ഞാൻ കോഫി ഒന്നും കുടിക്കത്തില്ല. അപ്പം ചേട്ടൻ്റെ അകത്ത് നിന്ന് ജസ്റ്റ് കുറച്ച് സിപ്പ് എടുക്കാം, അത്രയേ ഉള്ളൂ. ചേട്ടായുടെ കോഫി കിട്ടി. എനിക്ക് ഒരു വെള്ളം ഐസ് ക്യൂബ് വാട്ടർ. ഈ കോഫി എനിക്ക് ഒരു തള്ളി പോലും കുടിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് അതുപോലെ കടുപ്പം. അയ്യോ, ഞാൻ ഓൾറെഡി കോഫി കുടിക്കത്തില്ല. ഇച്ചിരി സിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തു. അപ്പോഴും ചേട്ടാ നോക്ക് ഇപ്പം കുടിക്കും. സെയിം. അപ്പോഴെനിക്ക് മനസ്സിലായി ഭയങ്കര കടുപ്പാണ്. അങ്ങനെ ഞാൻ റിസ്ക് എടുത്തില്ല. ജസ്റ്റ് ഒരു സിപ്പ് പോലും എടുത്തില്ല. ജസ്റ്റ് ഒന്ന് മറ്റേ പൂച്ചയും പട്ടിയൊക്കെ നക്കുന്ന പോലെ നാക്കി. അപ്പോഴേ മനസ്സിലായി. അവിടെ വെച്ചു ഞാൻ. ഇത് നമുക്ക് പറ്റത്തില്ല. ഞാൻ ഇവിടുത്തെ ആംബിയൻസ് കാണിച്ചു തരാവേ. ഇവിടെ ഇതുണ്ടോ, കാനഡ ഡേ ആയതുകൊണ്ട് നാളെയാന്ന് തോന്നുന്നു. എനിക്ക് ഈ ലൈറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഈ ലൈറ്റ് സെറ്റിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ലൈറ്റ് സെറ്റിംഗ് ഇഷ്ടപ്പെട്ടു. ഹലോ, എൻ്റെ ലൈറ്റ് സെറ്റിങ്ങിന് എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുക.
സോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ഇത് എൻ്റെ സാൻഡ്വിച്ച്. ഇതേതോ ഒരു ബ്രെഡ് എക്സ്ട്രാ തന്നെ. ചേട്ടാടെ ചിപ്സ് ആൻഡ് ഫിഷ് ആൻഡ് ചിപ്സും വന്നു. ഇനി നമ്മുടെ എന്താ ഇനി വരാനുള്ളത്? ഇനി എന്താണ് വരാനുള്ളത്? ഇനി എന്താ വരാനുള്ളത് പറ. ഇനി എന്നാ വരാനുള്ളത്? സലാഡ്. അപ്പം നമ്മളിനി കഴിക്കട്ടെ. സോ ചേട്ടായി ടേസ്റ്റ് ചെയ്യുവാണ്. സ്വീറ്റ് കോൺ ആണ് ഫസ്റ്റ് എടുത്ത ചേട്ടായി. ഓൾറൈറ്റ്, ഇത് ഗുഡ്. ആ ഡിപ്പുണ്ട്. യെസ്. സോ ഫിഷ് ആൻഡ് ചിപ്സ് എടുക്കുന്നു, ഡിപ്പ് ചെയ്യുന്നു. ചൂടുണ്ടോ? ഇത് ഗുഡ്, ടേസ്റ്റി, യമ്മി. ഒരു ആവറേജ് ഓക്കെ ഉള്ളൂ. ഓക്കെ. സോ ഇനി ഞാൻ എൻ്റെ കഴിക്കട്ടെ. എന്നാലും നമ്മൾ ഷെയർ ചെയ്യുവാണ്. എന്നാലും രണ്ടുപേരും കൂടെ പിന്നെ കഴിയില്ലല്ലോ, ഓടിക്കുന്നത്. ഇതേ നമ്മൾ ഷെയർ ചെയ്യാം. ഫുഡ് ഷെയറിങ് ഈസ് കെയറിങ് എന്നാണല്ലോ. മറ്റേ പറഞ്ഞല്ലേ, മൈ മണി ഈസ് മൈ മണി ആൻഡ് യുവർ മണി ഈസ് ഓൾസോ മൈ മണി എന്ന് പറയുന്ന പോലെ എല്ലാം നമ്മുടെയാണ്. നേരെ പിടിക്കണ്ടേ? ഇങ്ങനെ പിടിച്ചാൽ മതിയോ? പ്രൈസ് വാങ്ങിച്ചാൽ മതിയായിരുന്നു, പൊട്ടറ്റോ മേടിക്കണ്ടായിരുന്നു. ഇത് നല്ലത് ഹാഷ് ബ്രൗൺ. പോസ് ചെയ്യട്ടെ? സ്റ്റോപ്പ് ചെയ്യാനോ പോസ് ചെയ്യണോ? റെഡ് ഇല്ല അതിനകത്ത്. ഇങ്ങനെ നമ്മുടെ സാലഡും വന്നു. അയ്യോ, ഇത് പക്ഷേ കുറേ ഉണ്ട് കേട്ടോ. ഡ്രസ്സിങ് കെച്ചപ്പൊക്കെ ആയിരിക്കും മേ ബി. അതുകൊണ്ട് പെപ്പർ ആൻഡ് സോൾട്ട് ഉണ്ട് നമ്മുടെ കയ്യിൽ. സോയാ, എഗ് ആൻഡ് ചിക്കൻ എല്ലാം കൂടെ ഉള്ള സാലഡാണ്. ബേക്കൺ ഉണ്ട്, എല്ലാം ഉണ്ട്. സോ ഞാൻ എൻ്റെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു ചേട്ടായുടെ ഫിംഗർ ചിപ്സ്. ഇറ്റ്സ് ഗുഡ്. ആക്ച്വലി ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയ ഒരു ഇന്ത്യൻ കടയുണ്ടായിരുന്നു, റെസ്റ്റോറൻറ്റ്. ഹൊറിബിളായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, നമ്മൾ ലഞ്ച് കഴിക്കാൻ പോയി. ഭയങ്കര എല്ലാത്തിനും ഭയങ്കര സോൾട്ടി ആൻഡ് സ്പൈസി. ഭയങ്കര എനിക്കത് കഴിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കര വോമിറ്റിംഗ് സെൻസേഷൻ ആയിരുന്നു. ഞാൻ പിന്നെ കഴിച്ചു കഴിഞ്ഞ പൈസ കൊടുത്ത് കഴിച്ചല്ലെന്ന് വിചാരിച്ച് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. കൊള്ളത്തില്ലായിരുന്നു. ഞാനത് പറഞ്ഞു, ഞാനൊരു 5 സ്റ്റാറിൽ ഞാനൊരു 1 സ്റ്റാർ പോലും അവർക്ക് കൊടുക്കത്തില്ലെന്ന്. ലൈക്ക് അത്രയും കൊള്ളത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഇവിടുത്തെയൊക്കെ തന്നെ ഫുഡ് പ്രിഫർ ചെയ്യുന്നത്. സലാഡ് കൊള്ളാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പക്ഷേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. സാലഡ് അതിനെ നോക്കുന്നില്ല. ഫിഷ് ആൻഡ് ചിപ്സ് 2 പീസുണ്ട്. വളരെ സാൻഡ്വിച്ച് എല്ലാം ഉണ്ട്. ഇനി ടു ഗോ എടുക്കാം. സോ നമുക്ക് ഉച്ചയ്ക്ക് വല്ലതും കഴിക്കുമ്പോൾ ഇതെടുക്കാം. മേപ്പോട്ട് നോക്കിയിരിക്കുന്ന ഒരാൾ. ഇനി ബില്ലും കൂടെ കിട്ടിയാൽ മതി. ബില്ലും കിട്ടിക്കഴിയുമ്പം ബില്ലും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇവരോട് പോകാം. നമ്മളിത് കഴിയുമ്പോൾ ചെക്കൗട്ട് ചെയ്യുവാണ് റൂമിന്. എന്നിട്ടാണ് നമ്മൾ ക്യാസ ലോമ, എനിക്ക് ശരിക്കും അറിയത്തില്ല, അങ്ങോട്ടേക്ക് പോകുന്നത്. എന്നാലും 11 o'clock ചെക്കൗട്ട് ടൈമാണ്. ഇപ്പം ടൈം ഇവിടെ 10 o'clock കഴിഞ്ഞു. സോ ചെല്ലുക, ലഗേജെല്ലാം അടുത്ത സ്ഥലത്തേക്ക് പോവുക. ക്യാസലോമ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകും കേട്ടോ. നമ്മൾ മൗറിക്കക്ക് തിരിച്ച് പോവുകയാണ്. സോ കാനഡ ലൈഫ്, നമ്മളെ കാനഡ ഒരു എക്സ്പ്ലോർ ചെയ്തു. ദാറ്റ്സ് ഫൈൻ, നല്ലതായിരുന്നു. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ നമുക്ക് എവിടെയാണ്? ക്യാസലോമയിൽ കാണാം. ഹലോ, അങ്ങനെ നമ്മൾ ക്യാസലോമയിലെത്തി. ആക്ച്വലി ഇതിൻ്റെ ഹിസ്റ്ററി ഒന്നും എനിക്ക് അറിയത്തില്ല. അതാണ് അതിൽ ഏറ്റവും വലിയ കോമഡി.
എന്തോ ഒരു റിച്ച് ഹെറിറ്റേജ് ആണ്, എന്തോ ആൾക്കറിയാൻ കുറേ ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അതൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. ബാക്കി എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ വരുന്നു കാണുന്നു, ചേട്ടായി തന്നെ പോകുന്നു. പക്ഷെ സൂപ്പറാട്ടോ, ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇതാണ് ഫുൾ ഫ്രെയിം. ഞാൻ കുറച്ചുകൂടെ ബാക്കിലോട്ട് പോയാലേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ചെറുതാക്കണം. ദിസ് ഈസ് ദ എൻ്റെ ആൾക്കാർ ഇഷ്ടമുണ്ട് കേട്ടോ. ഇവർ പറയുന്നത് ഏതാണ്ട് ഓൾമോസ്റ്റ് ഒരു 65 lakhs പീപ്പിൾ ഇയർ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. രസമുണ്ട്. ഇനിയിപ്പോൾ കയറി നോക്കട്ടെ, ഇതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളും എങ്ങനെയാണെന്ന് അറിയത്തില്ല. അഡൾട്ട് $40 ആണ്, കനേഡിയൻ ഡോളറാണ് ഒരാൾക്ക്. സീനിയർ സിറ്റിസണിന് 35 ഉള്ളൂ. ഓക്കെ, ലെറ്റ്സ് സീ. വെൽക്കം ടു കാസ ലോമ. സോ ഇത് ഇവിടുത്തെ ഒരു ഓക്ക് റൂം, അതായത് ഒറിജിനലി നെയിംഡ് നെപ്പോളിയൻ ഡ്രോയിങ് റൂം എന്നാണ്. ഇതാ ഇത് കണ്ടിത് പുലിയുടെ തോല് വെച്ച് ഉണ്ടാക്കിയതാണ് ഈ കൗച്ചിൻ്റെ ഇതെല്ലാം. ആൻഡ് ഈ മേളിലത്തെ ഈ സംഭവം ഇത് മാനിൻ്റെ കൊമ്പാണ്, ഒറിജിനൽ മാനിൻ്റെ കൊമ്പ് വെച്ചാണ് ഉണ്ടാക്കിയത്. ഇതാണ് സുന്ദരി, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അതാരെന്ന് മനസ്സിലായല്ലോ. എൻ്റെ ഹിസ്റ്ററി ഇതാണ് ആയിരുന്നു. സൂപ്പർ ആംബിയൻസ് ആട്ടോ. എൻ്റെ പൊന്നെ, ഇതൊക്കെ ക്രിസ്റ്റൽസ് സൂപ്പറാണ്. ഇത് ലൈബ്രറി ആട്ടോ, പണ്ടത്തെ ലൈബ്രറി ആയിരുന്നു ഇവിടുത്തെ. ഇത് 10,000 ബുക്സൊക്കെയാണ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇവിടെ ലൈബ്രറിയിലെ ബുക്കൊക്കെയാണ് കാണിക്കുക. ഇതെല്ലാം ഈ ലൈബ്രറിയിൽ ഓൾമോസ്റ്റ് 10,000 ബുക്സ് ഉണ്ട്. ഇതിവിടുത്തെ ഡൈനിങ് റൂമാണ്. 100 ഗസ്റ്റുകൾക്ക് വരെ ഇരിക്കാൻ പാകത്തിനുണ്ടായിരുന്നെന്നാണ് ഇവർ പറയപ്പെടുന്നത്. ഇതൊക്കെ ഈ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഇതിൻ്റെ ഓഡിയോ ഒക്കെ കേൾക്കും കേട്ടോ. നമുക്ക് പ്രിഫേർഡ് ആയിട്ടുള്ള ലാംഗ്വേജിൽ ഒരാൾ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുന്നു. ഇവിടുത്തെ ഈ ക്രിസ്റ്റൽ ഈ വർക്ക് അടിപൊളിയോ. വാ, ഇതിന് മേളിലെ ഇറ്റ്സ് സോ നൈസ്. ഇവിടുത്തെ സെർവിങ് റൂമാണ്. നേരെ ഫ്രൂട്ട്സും മുന്തിരിയൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ ചുമ്മാ ആർട്ടിഫിഷ്യൽ ഇതാണ്. ഇറ്റ്സ് ഫൈൻ. എൻ്റെ കെട്ടിയനോടെ പോയി ചിലന്തരം മിസ്സാവും. റെസ്റ്റ് റൂം. ഇവിടെ റെസ്റ്റ് റൂമാണ്. ഇനിയിപ്പോൾ ഞാൻ അടുത്തത് കയറട്ടെ. ഇത് എന്തുവാ? ഇത് സ്റ്റഡി റൂം. ഇത് സ്റ്റഡി റൂമാണ് കേട്ടോ. ഫയർ വർക്കിൻ്റെ എല്ലാം ഉണ്ട്. ഇതെന്നാ ഇവിടെ താഴോട്ടും ഉണ്ടോ? അങ്ങോട്ടൊന്നും ഇല്ല. എന്നാണെന്ന് അറിയത്തില്ല. ഓക്കെ. സോ അണ്ടർഗ്രൗണ്ടിൽ വുമൻസ് റെസ്റ്റ് റൂം, പിന്നെ ഡൈനിങ് ഹാൾ, അങ്ങനെ സംഭവങ്ങളൊക്കെ ആട്ടോ. കാസിൽ കേവ്, ടോയ്ലറ്റ് എല്ലാം ഒക്കെയാണ് ഇവിടെ. ഡ്രസ്സൊക്കെ ഉണ്ട്. സോ സ്വീറ്റ്. അച്ചോടാ, പ്രിൻസസ് ഡ്രസ്സൊക്കെ. അയ്യോ, സോ സ്വീറ്റ്, സോ സ്വീറ്റ്. നല്ല രസമുണ്ട്. നമ്മളിവിടുത്തെ സുവനീർ നോക്കുവാണ് ഈ ഷോപ്പിൽ. ഇതാണ് കേട്ടോ ഈ ടൊറൻറ്റോൻ്റെ ഇത്. സോ ഇതിനകത്തെല്ലാം ഉണ്ട് കുറേ സംഭവങ്ങളുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. പിള്ളേരുണ്ടായിരുന്നെങ്കിൽ നമുക്കിതൊക്കെ വാങ്ങായിരുന്നു. ചൂസ് മീ. നമുക്ക്
കനേഡിയൻ പൈസ കിട്ടി, കനേഡിയൻ പൈസ നമ്മുടെ കയ്യിൽ. അവർ ചോദിച്ചു ക്യാഷ്. സോ നമ്മൾ പറഞ്ഞു ക്യാഷ് നമ്മുടെ $US ആണ്. നമ്മൾ ഇറ്റ്സ് ഓക്കെ, $US നമ്മൾ കനേഡിയൻ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ ബാലൻസ് കനേഡിയൻ ഡോളറിൽ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്കെ, നമ്മുടെ കനേഡിയൻ ഡോളർ ഇല്ല, അപ്പോൾ ഒന്ന് സേവിങ് പോലെ ആവുമല്ലോ. അങ്ങനെ നമ്മൾ $US കൊടുത്ത് ബാലൻസ് കനേഡിയൻ ഡോളർ വാങ്ങി. ആണ് നമ്മുടെ സദനം സുവനിയർ. ഇനി നമ്മൾ ഇങ്ങോട്ട് വരുന്നത് കാസ ലോമാസ് ടണൽ എക്സ്പീരിയൻസ് ആണ്. ടൊറൻറ്റോ ദ ഡാർക്ക് സൈഡ്. ഓക്കെ, ടൊറൻറ്റോയുടെ ഡാർക്ക് സൈഡാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ടണലിൽ പണ്ട് ഉണ്ടായിരുന്ന Sir Henry built an extraordinary tunnel that connects the basement of Casa Loma with its hunting lodge, hoarding shed, garage, and stables. Okay. But it's good. ഡാർക്ക് സൈഡാണ്, ഒരു ഡാർക്കിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇവിടുത്തെ ഒരു ഹിസ്റ്ററി ഒക്കെ കാണിച്ചിരിക്കുന്ന ഫാൻസിയാണ്. പണ്ട് മറ്റേ ഈ ട്രെയിനിലൊക്കെ ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുപോകുന്നതിൻ്റെ ഇതാന്ന് തോന്നുന്നു. ജോലിക്കാരെ അടിമകളെയൊക്കെ കൊണ്ടുപോകുന്നതിൻ്റെ വല്ലതും ആയിരിക്കും. The Great Depression. Great Depression. Thousands of men and teenagers joined the ranks. Excuse me. ഇത് കോളേജിലോ? ഞാനോ കോളേജിലോ? ചേട്ടായിക്ക് പെട്ടെന്ന് ഇറങ്ങി പോകണം ഇവിടെ നിന്ന്. ടണൽ ഇങ്ങനെയുള്ളൂ, ഒരു അണ്ടർഗ്രൗണ്ട് ടണൽ. വെള്ളമൊക്കെ ഉണ്ട്, സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തന്നെ ഒടിച്ച് ബട്ടക്സും കുത്തി വീഴും. കാസലോമ സമ്മർ സീരീസ് എനിക്ക് മ്യൂസിക്കൊക്കെ ഉണ്ട്. അതിൻ്റെ എൻഡിലെന്നാന്ന് ഞാൻ പിന്നെ കാണിക്കാം. ഇതൊക്കെ എന്തോ ആർക്കറിയാം. വയ്യാത്ത ആൾക്കാർ കിടക്കുന്നതാണോ ഒരു പിടുത്തവും ഇല്ല. പകുതിൻ്റെ ഹിസ്റ്ററി. പ്ലേഗ് മറ്റേ രോഗം വന്നപ്പം അതിൽ സഫർ ചെയ്തതിൻ്റെ ആകട്ടോ. പ്ലേഗ് 1912 to 1922. ഓടാ, ഇത് ടൊറൻറ്റോയിൽ ഫയർ ഉണ്ടായപ്പം 1904 ഫയർ ഉണ്ടായപ്പോഴത്തെയാണ് ഇതെല്ലാം. വെള്ളമൊക്കെ ഒഴിച്ച് തീയൊക്കെ കെടുത്താൻ നോക്കുന്നതിൻ്റെ പിക്ചറൊക്കെ. ഇതെല്ലാം കുറേ അത് തന്നെയാണ്. ഇവിടുത്തെ ഫയർ സ്റ്റേഷൻ എന്തോ ആണ്, ഈ അണ്ടർഗ്രൗണ്ടിൽ തന്നെയാണ് കേട്ടോ. എന്തൊക്കെയോ സംഭവങ്ങൾ. അയൺ വർക്ക്സ്. ഓക്കെ, അയൺ വർക്കിൻ്റെയാണ്. ശരി, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പോൾസൺ അയൺ വർക്ക്സ് ലിമിറ്റഡ്. 1911 ടൊറൻറ്റോയിൽ നടന്ന പ്ലെയിൻ ക്രാഷാണ് കേട്ടോ ഇത്. ഇതുണ്ടോ, പ്ലെയിൻ ക്രാഷിൻ്റെ വിഷ്വൽസാണ് ഇതെല്ലാം. ഇത് ഈ ഫ്ലൈറ്റായിരുന്നു, ഈ പ്ലെയിനായിരുന്നു. അത് ലാൻഡിൽ ഇവിടെ വന്ന് ക്രാഷായി. സോ ഇതാണ് കാസലോമ ഹോട്ടൽ. പണ്ട് ഇവിടുത്തെ ഹോട്ടൽ ഇതായിരുന്നു. ഇതിൻ്റെ ഇയറൊന്നും പക്ഷേ എഴുതി വെച്ചിട്ടില്ല കേട്ടോ, അറിയത്തില്ല. എന്നിട്ട് നമ്മൾ പോകുന്നത് ആൻറ്റി കാർ എക്സിബിഷൻ ആൻഡ് സ്റ്റേബ്ലസ്. ഐ ഡോണ്ട് നോ. അങ്ങോട്ടാണ് പോകുന്നത്. ഫുൾ സ്റ്റെയറാണ്. ഇച്ചിരി വെട്ടത്തിലോട്ട് വന്നു. അവിടെ ഓക്കെ, സെലിബ്രിറ്റി വാക്ക്. പണ്ടത്തെ കാർ. ഇവിടെ ഉണ്ട് കേട്ടോ വേറെ കാർ. ഇതിൻ്റെ അകത്ത് 2 എണ്ണം. ഇതേത് എൻ്റെ 1929 ആട്ടോ ഈ കാറ്. അപ്പച്ചൻ ഫോർഡ് മോഡൽ 1929 ഫോർഡിൻ്റെ മോഡലാണ്. Ford is Ford.
ക്യൂട്ട്. പിന്നെ അടുത്തത് ഇത് എല്ലാവരും ഫോട്ടോക്കാരാ. അതുകൊണ്ട് ഒരാളെടുത്ത് വരുമ്പോൾ അടുത്ത ആളുടെ ഇടയ്ക്കോട്ട് അടുത്ത ആൾ വരും. സോ ഇത് ഏതാ ചേട്ടായി? 1924 ഡോഷ് മോഡൽ D2 സിഡാൻ. ഇതിനൊക്കെ അടുത്തൊരു ഫോട്ടോ എടുക്കാൻ ചേട്ടായി. എല്ലാവരും നടക്ക് നിൽക്കുക, കാരണം അതിൻ്റെ കറക്റ്റ് ഒന്നും കിട്ടുന്നില്ല. യാ അല്ല, ഞാൻ ചുമ്മാ വീഡിയോ എടുക്കാം, സെൽഫി അല്ല. പക്ഷെ എല്ലാവരും നിൽക്കുന്നതൊന്നും കിട്ടുന്നില്ല. ഇല്ല, ഇവിടുത്തെ മുകളിൽ ഒരു കാറിൻ്റെ ഇവിടുത്തെ ലൈറ്റ് സെറ്റിംഗ് ആണ്. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് അടുത്ത എങ്ങോട്ടാണെന്ന് വെച്ചാൽ ലൈക്ക് ഐ മീൻ അടുത്ത് കാണാനുള്ള സ്ഥലത്തേക്ക് പോകുന്നു. ഇതെന്തുവാ ഇതൊക്കെ കുറേ കളക്ഷൻ ഓഫ് ഹോർസ് പ്രൈസസ്. ഇത് മറ്റേ കുതിരയുടെ ഇവരുടെ കളക്ഷൻസാണ് കേട്ടോ, കുറേ ഉണ്ട്. വേണ്ട സോ മെനി. ഇനി നമ്മൾ ഒരു കാസലാമ സെലിബ്രിറ്റി ഗാലറി എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നത്. എൻ്റെ അമ്മ ഈ സ്റ്റെയർ ഞാൻ നോക്കി നടന്നില്ലെങ്കിൽ ഇതുണ്ട്, ഇങ്ങനത്തെ സ്റ്റെയറാണ്. സെലിബ്രിറ്റി വാക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കി കുറേ ഉണ്ടായിരിക്കുന്നു. ഒരു രണ്ട് സ്റ്റേജ് പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. സെലിബ്രിറ്റി ഗാലറി. മറ്റേ റെഡ് കാർപ്പറ്റിൻ്റെ ഒക്കെ ഓക്കെ. ഇപ്പോഴാണല്ലോ ഭയങ്കര ഇതായത്. യാ ഫൈൻ. Sarah Jessica Parker Film Extreme Measures. റെഡ് കാർപ്പറ്റ് വർക്ക്. എനിക്ക് റെഡ് കാർപ്പറ്റ് വർക്ക് റിയൽ ലൈഫിലും റെഡ് കാർപ്പറ്റ് വർക്ക് ചെയ്യും. റെഡ് കാർപ്പറ്റ് വർക്ക് ഒന്നും നടക്കത്തില്ല. അപ്പം ചുമ്മാ ഇവിടെ വന്ന ടൈമിൽ നമുക്ക് നടക്കാം റെഡ് കാർപ്പറ്റ് വർക്ക്. ഓ മൈ ഗോഡ്, യെസ്. ഇനി എൻ്റെ റെഡ് കാർപ്പറ്റ് വക്കാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് ജീൻ ക്ലോഡ് വാൻ ഡാം. ഇതാരാ? വിൻ ഡീസൽ. ഇതൊന്നും ആരാന്ന് പോലും എനിക്കറിയാം. ക്രിസ് എവാൻസ്. ടൈസൺ എനിക്കറിയാം. Jackie Chan, of course. Jackie Chan, yeah. That's cute. Samuel Jackson. സലാം ഒക്കെ പറയുന്നല്ലേ. സലാം. ഞാൻ ചേച്ചി മറിഞ്ഞു പോകാൻ പോയിരിക്കുന്നു. ഹാലെ ബെറി. ഹലോ. എന്നെ വേണ്ട. Yeah. പാട്രിക് സ്റ്റുവാർട്ട്. നമ്മളതിന് പോട്ടിംഗ് ഷെഡ് ഫ്ലവേഴ്സ് ഗാർഡനിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാ ഇതെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചേക്കുക. ചെടികൾ ഇതെല്ലാം കരിഞ്ഞു പോയെന്ന് തോന്നുന്നല്ലോ. കുറേയൊക്കെ കരിഞ്ഞ്. ഓക്കെ. കാക്ടസ് ടൊറൻഡോ. കാറുകളുടെ അടുത്ത ഇതേതാ? ഫോർഡിൻ്റെ 1914 ഫോർഡ് മോഡൽ ടി. വെയിറ്റ്, ഇതടുത്തത് ഇതും ഫോർഡിൻ്റെ തന്നെയാണ് കേട്ടോ. 1922. ഇതടുത്തത് അത് വേറെ കാണാം. ഇതേതാ? മാക്സ്വെൽ മോഡൽ ക്യൂ സ്റ്റാൻഡേർഡ് 1910-ലെയാണത്. ഇതും 1910-ലെ കേട്ടോ.
മോഡൽ Q2 മാക്സ്വെല്ലിൻ്റെ ഏതാ ടൈം ചേട്ടയ്ക്ക് കാറുകളോടൊക്കെ ഒരു പ്രത്യേകതരം ഭ്രാമ്പാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്റ്റെയർ കയറി 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 നമ്മൾ മടുക്കും. അമ്മേ എത്രാമത്തെ സ്റ്റെയറാണോ അമ്മേ പണം വെച്ചുകൊണ്ട് ഇത് സ്റ്റെയർ ഒന്നും കയറാൻ വയ്യ. അങ്ങ് പോകും. അയ്യോ തീർന്നില്ല. വേണ്ട അടുത്തത് ഇപ്പോൾ ഒരു 3-4 സ്റ്റെയർ കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ വന്നേ ഉള്ളൂ. ഇത് ഇവിടുത്തെ ഒരു വിൻസർ റൂം റെസ്റ്റ് റൂം ഗസ്റ്റ് റൂം ബാത്റൂം ഒക്കെ ഉണ്ട് അവിടെ. എൻ്റെ ഇവിടെ എല്ലാം ഉണ്ട്. ആക്ച്വലി ഈ സ്റ്റെയർ എല്ലാം കയറി കയറി എനിക്ക് എത്തിലൊന്ന് കിടന്നാൽ കൊള്ളാമെന്നുണ്ട്. അടുത്ത ബെഡ്റൂം മനുഷ്യനെ കൊതിപ്പിക്കാനെന്ന് തോന്നുന്നു. വാഷ്റൂം കൂടുതൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഓക്കെ അടുത്ത സ്റ്റെയർ. ഞാൻ സ്റ്റെയർ കയറത്തില്ല, എനിക്ക് വയ്യ. അമ്മേ ഇതും സ്യൂട്ടാട്ടോ. സർ പാലറ്റ്സ് സ്യൂട്ട്സ്. ഐ ഡോണ്ട് നോ പ്രൊണൗൺസിയേഷനൊക്കെ മേ ബി കറക്റ്റ് റോങ് ആയിരിക്കും. അയ്യോ പുലി ഇത് ഒന്ന് നോക്കിയേട്ടായി പുലിത്തോല്. ഓ മൈ ഗോഡ് ഹി ഈസ് ഡേഞ്ചർ. ഇവിടെ ആൾക്കാരൊക്കെ വന്നപ്പോൾ താമസിക്കാനായിട്ട് ചെന്ന റൂം മാത്രമേ ഉള്ളൂ തോന്നുന്നു. മേരി സ്യൂട്ട്സ്, ലേഡി മേരീസ് സ്യൂട്ട്. മേരിയുടെ സ്യൂട്ടാണിത്. ഡ്രസ്സൊക്കെ കിടക്കുന്ന ഒരു വാട്ടർ സൗണ്ട് മേളിൽ നിന്ന്. ഇതൊക്കെ മിസ് എപ്പോഴും ഡൈനിങ് ഉണ്ട്, വീഡിയോ ഔട്ട്പുട്ട് മോഡ്, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഇവിടെ എപ്പോഴും നടക്കുന്നുണ്ട്. കോൺഫറൻസും കാര്യങ്ങളും എല്ലാം. ഇത്ര ടോപ്പുണ്ട്. ഈ ടോപ്പിലെല്ലാം ഇനി ഞങ്ങൾ കയറണോ? എൻ്റെ മാതാവേ എനിക്ക് വയ്യ. എന്നിങ്ങനെ മറ്റേ ഉടലോടെ എടുത്താൽ മതി ഈ സ്റ്റെയറെല്ലാം കയറി കഴിയുമ്പോൾ. എനിക്ക് വയ്യ. ഇതറിഞ്ഞിരുന്ന ഞാനിവിടെ വരത്തില്ലായിരുന്നു. ഇതുണ്ട് ഈ റൂമ്. ആക്ച്വലി ഈ ബെഡ് കണ്ടപ്പോൾ ചേട്ടായി പറയുക കുഞ്ഞു പിള്ളേരുടെ റൂമാണെന്ന്. നോ, എന്നിട്ട് തയ്യൽ മെഷീൻ. അയ്യോടാ, ഇത് അൺമാരീഡ് വിമൺ വർക്കിംഗ് ഫോർ ദ പാലസ്. ഇവിടുത്തെ അൺമാരീഡ് ആയിട്ടുള്ള വിമൻ്റെ ബെഡ്റൂമാണിത്. അപ്പം ഇതാണ് നമ്മളുടെ ഈ കാസലോമ ബിൽഡ് ചെയ്ത മേജർ ജനറൽ സർ ഹെൻറി ഹാലാറ്റ്. ദ മാൻ ഹൂ ബിൽഡ് കാസലോമ. ഇതാണ് അയാൾ. സി റിയൽ ഒരു ഫേസ് പോലെ തന്നെയുണ്ട്. ഇതാണ് ആള്. ഹലോ, ഹായ് സർ. Nice to meet you. ഫേസ് ഒക്കെ ശരിക്കും നമ്മുടെയൊക്കെ തുടങ്ങുമ്പോൾ തന്നെ ഇച്ചിരി ഒരു പ്ലാസ്റ്റിക് ഒരു ഫീൽ ഉണ്ടെന്നില്ല. ഞാൻ AK-47 കാണാത്തതുകൊണ്ട് ചേട്ടാ എന്നെ AK-47 കാണിക്കുക. കാത്തേ എന്തൊക്കെയോ ഉണ്ട് ഇവിടെ. ഭയങ്കര ചൂടാ. ഉണ്ട് ഞാൻ എൻ്റെ മുടിയൊക്കെ കെട്ടി വെച്ചു. ചേട്ടായാണിപ്പോൾ ആ വേർത്ത് ഒഴുകുക. ഈ ബ്ലാക്ക് ഇട്ടേക്കുന്നത് കൊണ്ട് ചൂട് ഭയങ്കരമായിട്ടുണ്ട്. അടുത്ത സ്റ്റെയർ. ഇത് കുറേ കയറിയതിന് ശേഷമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. എനിക്ക് വയ്യ. ഇതെന്തുവാ റോമൻ. ഇത് കാസലോമ എസ്കേപ്പ് റൂം ആട്ടോ. എസ്കേപ്പ് ഫ്രം ഉഗാണ്ട. ഇനി അടുത്ത് ഞങ്ങൾ കയറേണ്ട സ്റ്റെപ്പാണിത്. അങ്ങോട്ടുണ്ട് ഇനി. സോ നമ്മൾ നടന്നു. അയ്യോ ഇതെന്തുവാ, ഞാൻ മുടി കെട്ടിയതിന് പകുതി വെളി
നടന്ന് ക്ഷീണിച്ച് ഇപ്പോൾ ഒരു ഫാനിൻ്റെ ഏരിയ ഉണ്ട്, വേർത്ത് കുളിച്ച് കുറച്ച് നേരം ഫാൻ. ഒരാൾ ടൊറോണ്ടോ സിറ്റി നോക്കി കാണുന്നു, ഏതൊക്കെയാവാ നോക്കുന്നു, എന്നൊക്കെ കാണുന്നവാ. ഇവിടെ നമുക്ക് CN ടവർ കാണാം. ഇത് ബോസ്നിയ 1992 വാറിൽ യൂസ് ചെയ്ത ഡ്രസ്, വെപ്പൺസ്, ബാഗ്, എവറിത്തിങ്. ഒരു ബൈനോക്കുലറിൻ്റെ സംഭവം നോക്കുന്നത്, ലഞ്ച് ഡിന്നർ മെനുവിൻ്റെ പോട്ട് വിത്ത് ഹെർബ്സ് ആൻഡ് വൈൻസ്. അതിലെ ഫോട്ടോസൊക്കെ ഉണ്ട്. സൊമാലിയ 1992 to 1993 സൊമാലിയയിൽ യൂസ് ചെയ്തിരുന്ന സംഭവങ്ങളാണ്. ആരോ ഇരുന്നൊരു ചെയറാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ കാസലോമയോട് ബായ് പറഞ്ഞ്, കാസലോമയോട് മാത്രമല്ല ബായ് പറഞ്ഞ് നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ ഷിക്കാഗോയ്ക്ക് പോയിട്ട് ഇവിടുന്ന് ഡയറക്റ്റ് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി വേറെ എങ്ങും വെയിറ്റിങ്ങോ പാർക്കിങ്ങോ ഒന്നുമില്ല. പിന്നെ പോകുന്ന വഴിക്ക് എപ്പോഴേലും വാഷ്റൂം യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒന്ന് യൂസ് ചെയ്യും. നമ്മളിനി നമ്മുടെ വണ്ടി, ചെറിയ മഴ ചാറുന്നുണ്ടോ, വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന അങ്ങോട്ട് പോവുകയാണ് നമ്മൾ. എല്ലായിടത്തും സ്റ്റെയർ കേസസ്. ഇവിടെ എവിടെയാണ്? നമ്മൾ തണലത്താണ് കേട്ടിട്ടെ. നമ്മളിവിടുന്ന് റെസ്റ്റ് റൂമൊക്കെ ഒന്ന് യൂസ് ചെയ്തു. ബിക്കോസ് ഇനി ഒരു 7.5 hours മഴ ചാറുന്നുണ്ട്, ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. ത്രൂ ഔട്ട് ഡ്രൈവ് ആയതുകൊണ്ട് നമ്മളൊന്ന് റെസ്റ്റ് റൂം ഒന്ന് യൂസ് ചെയ്തു. ഇതേണ്ടേ കാസലോമ. ബായ് കാസലോമ. അമ്മേ അപ്പം ശരി. വേണ്ടത് നമ്മുടെ കാറിൽ നമ്മൾ കയറാൻ പോവുകയാണ്. തുറക്കൂ. അപ്പം ശരി, ടാറ്റ പറഞ്ഞേര്. നമ്മൾ ഇനി അടുത്ത വീഡിയോ ഒന്നും എടുക്കുന്നില്ല. നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു. വീട്ടിൽ ചെന്നിട്ട് അമ്മേ കിടന്ന് ഉറങ്ങണം, ടയേർഡായി, വേർത്ത് കുളിച്ച്. അപ്പം ശരി, വീഡിയോസ് എല്ലാം ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ എടുക്കുന്നവരേക്കും ബൈ ബൈ. സേ ബൈ. ബൈ പറയൂ. ബൈ. ലൊക്കേഷൻ എങ്ങോട്ടേക്ക് ഇടണമെന്ന് നോക്കുവാണ് കേട്ടെ. ഭയങ്കര കേട്ടോ, നല്ല ഉമ്മാവും കാണുമ്പോഴല്ലോ വേർത്ത് കുളിച്ച് മോല ചുമന്ന് ചൂട് കാരണം. അപ്പം ശരി, ബൈ ബൈ. അപ്പം അടുത്ത വീഡിയോ കാണാം. Till then, take care everyone. Bye. Stay safe, stay healthy. Bye bye.